ഇന്നത്തെ ഈ ആയുധങ്ങളൊക്കെ കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ടല്ലോ, ക്രോഷയാണ് ട്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ക്രോഷേൻ്റെ കാര്യത്തിൽ വളരെ അധികം ബിഗിനറാണ്. വളരെ അധികം എന്ന് വെച്ചാൽ ഏറ്റവും ബിഗിനറാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എൻ്റെ ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചിട്ട്. അപ്പോൾ എന്നെപ്പോലെ യൂട്യൂബിൽ അലഞ്ഞു തിരിഞ്ഞ് ക്രോഷേ പഠിക്കാൻ നോക്കിയിട്ട് നടക്കാതെ ഇതൊക്കെ അലമാരയിൽ വെച്ച് കൂട്ടിയിരിക്കുന്ന പലർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈശ്വര, ഈ വീഡിയോ ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും ഞാനൊരു ഡയലോഗ് പറയുന്നതിൽ ഞാൻ ഒരു കുറവും വരുത്താറില്ല. അപ്പോൾ ബേസിക് സ്റ്റിച്ചസ് പഠിക്കുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യമേ പോയിട്ട് വില കൂടിയയാണെന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 10 രൂപ 15 രൂപ യാണൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് നല്ല നല്ല യാണൊക്കെ വാങ്ങിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു റിഗ്രറ്റും വരത്തില്ല. അയ്യോ, ഇത്രയും വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. എന്നാൽ നമ്മൾ ഇത് വാങ്ങിച്ച് ഇങ്ങനത്തെ കുഞ്ഞ് പൈസക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്ത് സക്സസ് ആകുമ്പോൾ നമുക്ക് അടുത്തത് വാങ്ങിക്കാനായിട്ടുള്ള ത്വര വരും. അതാണ് സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹുക്കില്ലേ, ആക്ച്വലി ഇതിനൊക്കെ സൈസ് ഉണ്ട്. ഇതിന് ഒരു കാണാൻ പറ്റും. ഇതിന് ഒരു സൈസ് ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന ഹുക്കിൻ്റെ സൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ആണിൻ്റെ സൈസിനേക്കാളും കൂടുതലായിരിക്കണം. തൽക്കാലത്തേക്ക് നമുക്ക് അത്രയും അറിഞ്ഞാൽ മതി. ആക്ച്വലി നമ്മൾ ഓരോ പ്രോഡക്റ്റ് ചെയ്യാൻ നേരത്തും ഈ ആണിൻ്റെയും ഹുക്കിൻ്റെയും സൈസ് തമ്മിൽ ഒരു ബന്ധമുണ്ട്. ബന്ധമൊന്നുമല്ല, നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ആപ്റ്റായിട്ട് എടുത്താൽ, ആപ്റ്റായിട്ട് മീൻസ് ഇതിൻ്റെ വലുതും ഇതിൻ്റെ ചെറുതും ഇവർ തമ്മിലുള്ള അന്തരം ഒരുപാട് വരാൻ പാടില്ല. അങ്ങനെയൊക്കെ എടുക്കാം. അതൊക്കെ പറയാം. അതൊക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് ബേസിക് സ്റ്റിച്ചസ് വയ്ക്കാം. അതിന് അപ്പോൾ ആദ്യം നമുക്കിതേ നമ്മൾ ഈ ബട്ടൺസ് ഒക്കെ തയ്ക്കാൻ നേരത്ത് എൻ്റെ ഈ സൂചി നൂലും കോർത്തിട്ട് എൻ്റെ അറ്റത്തൊരു കെട്ടിടൂലേ, അതുപോലെ ഒരു കെട്ട് നമുക്ക് ഇവിടെയും അത്യാവശ്യമാണ്. അപ്പോൾ ഈ ആൺ പിടിക്കുന്നതിന് പല രീതികൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ആണിൻ്റെ കെട്ട് മീൻസ് ആ ബണ്ടിൽ. ഓക്കെ, അതിൻ്റെ ഒരറ്റം നമുക്കിങ്ങനെ കാണുമല്ലോ. ആ അറ്റം എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ ഇടത്തേക്ക് ഇതിൻ്റെ വലത്തേക്ക്. ഓക്കെ, എന്നിട്ട് ഇത് നമ്മുടെ തമ്പ്, ഇത് ഇൻഡെക്സ് ഫിംഗർ, ഇത് മിഡിൽ ഫിംഗർ. ഈ ഇൻഡെക്സ് ഫിംഗറിലും മിഡിൽ ഫിംഗറിലൂടെ ചേർത്ത് ഈ തമ്പ് കൊണ്ട് പിടിക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറക്കി വന്നൊരു ക്രോസ്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ കൊണ്ടുവരുന്നു, ഇങ്ങനെ. ഇപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ ബാക്കിലത്തെ ഈ സാധനമല്ലേ, അതിലൂടെ അതിൻ്റെ അകത്തൂടി നമ്മൾ ഇതിങ്ങനെ എടുക്കുക. ഓക്കെ, സിമ്പിളല്ലേ? കാണാൻ പറ്റിയില്ലല്ലേ ഞാൻ എന്തൊക്കെ കാണിക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുക, നമ്മുടെ ഈ 2 വിരലിലൂടെ ചുറ്റിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വന്നില്ലേ, ഒരു ലൂപ്പ് വന്നില്ലേ, അതിലൂടെ ഇതിങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്കിതേ എന്ത് വരും, ഇതിനെ നമ്മൾ സ്ലിപ്പ് നോട്ട് എന്നാണ് പറയുക കേട്ടോ, സ്ലിപ്പ് നോട്ട്. എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഇതൊന്ന് ടൈറ്റ് ആവും. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ടൈറ്റ് ആക്കാൻ പാടില്ല, ഇത് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി ഞാൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഹുക്കിനെ ഇങ്ങനെ നമ്മുടെ കത്തി പിടിക്കുന്ന പോലെ പിടിക്കും. എന്നിട്ട് ഈ വലിയ എൻ്റെ ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ, അതായത് എൻ്റെ ഇൻഡെക്സ് ഫിംഗറിലൂടെ ഇങ്ങനെ കറക്കി മിഡിൽ ഫിംഗറും തമ്പും കൊണ്ടാണ് ഞാൻ പിടിക്കുന്നത്. ഓക്കെ, ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. എനിക്കിതാണ് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഈ ഹുക്ക് കണക്കിരിക്കുന്നത്, അതിങ്ങനെ പിടിക്കണം. അത് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന പോലെ ഇരിക്കണം. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ നൂലിൻ്റെ ഈ ആണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയിട്ട് ഇതിനകത്തോട്ട് ആ ഹുക്കിൽ പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടുത്തെ പോയി പിടിക്കണം, കുഴപ്പമില്ല. ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തൂടി കയറങ്ങോട്ട് കയറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഞാനും വളരെയധികം ബിഗിനറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അറ്റം ഉണ്ടല്ലോ, ഈ കുഞ്ഞറ്റം, അത് നമ്മുടെ മിഡിൽ ഫിംഗറും തമ്പും കൊണ്ടാണ് നമ്മൾ പിടിക്കേണ്ടത്. എന്നിട്ട് ഈ വലിയ അറ്റം ഈ ഇൻഡെക്സ് ഫിംഗറിലൂടെ ചുറ്റിയിട്ട് ബാക്കിയുള്ള വിരൽ കൊണ്ടെങ്കിൽ പിടിക്കാം. അപ്പം നമ്മുടെ ഹുക്ക് എന്ന് പറയുന്നത്, ഇത് പിടിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ എന്തുകൊണ്ടാണ് നമുക്ക് നല്ല യാണൊക്കെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേർക്ക് നോക്കുക, എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക, എടുത്തിട്ട് ഇതിൻ്റെ അകത്തൂടി കയറുന്നില്ലേ, കയറുന്നോട്ട് പിന്നെ നാളെ എടുത്തു. ശരി, ഓനോ അതെ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടും. ഓക്കെ, അതുകൊണ്ട് തളരാൻ പാടില്ല. അയ്യോ,
ഇങ്ങനെ അത് ഓക്കെ ഓക്കെ. കണ്ടോ, ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം വൃത്തിക്ക്. ഇതിങ്ങനെ ഇരിക്കും, ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ കയറ്റണം, എന്നിട്ട് ഇതിനെ വലിച്ച് ഇതിൻ്റെ അകത്തോട്ട് കയറ്റുക. ഓക്കെ, നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഹുക്ക് നമ്മൾ നോക്കിയിരിക്കും, എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആക്കി ഇങ്ങനെ. ഞാൻ വൃത്തിക്ക് പറയുമ്പോൾ ഈ സാധനം കയറൂല. വാട്ട് ഈസ് ദിസ്? ഇങ്ങനെ. ഓക്കെ, ഇതിനെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്നാണ് പറയാം. ഓക്കെ, ഇത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടുന്ന സ്റ്റിച്ചാണ്. ഇനി നമുക്കിത് എവിടെയും വെച്ച് തെറ്റിപ്പോയ ഈ ക്രോഷൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക, ഇതിങ്ങനെ മൊത്തം അഴിഞ്ഞ് വരും. സൂപ്പർ അല്ലേ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒന്നുകൂടി കാണിക്കാമേ. ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. കണ്ടോ, ഇത് മേടിച്ചിട്ട് ഈ 2 ഫിംഗറിലൂടെ ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഇതില്ലേ ഇതിൻ്റെ അകത്തൂടി, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൂടി ഈ വലിയ എൻഡ് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇതായില്ലേ, ഇതിങ്ങനെ പിടിച്ച് നമുക്ക് ഇതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇതിനകത്തോട്ട് കയറ്റാൻ, ഹുക്കിന് ഈ ലൂപ്പിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട, ഇത് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ചെറിയ എൻഡ് ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഇതുണ്ടോ, വലിയ എൻഡിനെ ഞാൻ എൻ്റെ ഇൻഡെക്സ് ഫിംഗറിൽ ഒന്ന് കറക്കി ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, കണ്ടില്ലേ? എന്നിട്ട് ഇതാണ് വലിയ എൻഡ്. ഈ വലിയ എൻഡിനെ ഈ ഇൻഡെക്സ് ഫിംഗറിലൂടെ ഒന്ന് കറക്കി ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഇവിടെ പിടിച്ചിട്ടുണ്ട്, അതായത് വലിയ ഭാഗം ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഇനി ഇങ്ങനെ പിടിക്കും. കണ്ടോ, ചെറിയ എൻഡ് ഇങ്ങനെ. എന്നിട്ട് ഹുക്ക് ആദ്യം നമ്മൾ നോക്കണം, വേറെ ആരെയും നോക്കാൻ പറ്റില്ല. ഇത് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം. നോക്കിയിട്ട് ഇത് എങ്ങോട്ട് പോകണം, പിന്നെ ആരെ നോക്കണം? യാണിനെ നോക്കണം. യാണിനെ നോക്കിയിട്ട് യാണിനെ ഇങ്ങനെ പോയി കറക്കി കേൾക്കുക. കറക്കി നമ്മുടെ ആ സ്ലിപ്പ് നോട്ടില്ലേ, അവിടുത്തെ ലൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിലൂടെ കയറ്റാം. കണ്ടോ, വന്നില്ലേ? വന്ന് സോറി, ഒന്നുകൂടി കാണിക്കാം. നമ്മൾ നോക്കുക, യാണിനെ നോക്കുക, എന്നിട്ട് ഇങ്ങനെ കറക്കി ഇതിൻ്റെ അകത്തോട്ട് കയറ്റാം. നമ്മൾ നോക്കുന്നു, യാണിനെ നോക്കുന്നു, ഇങ്ങനെ കറക്കി ഇങ്ങനെ വെക്കും. ഇതിൻ്റെ എവിടെയോ എന്തോ സംഭവിച്ചായിരുന്നു കേട്ടോ, മിൻ്റെ സാരമില്ല. ഇതിനെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എന്നാണ് പറയാം. ഓക്കെ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മുന്നിൽ വരും, പക്ഷെ നമ്മൾ തളരരുത്. പിന്നെയും നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങോട്ട് കണ്ടു, ഞാൻ സംസാരിക്കാതെ പറയുമ്പോൾ ചെയ്യാം. അതേ കണ്ടു. ഇതിങ്ങനെ ചുമ്മാ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കിട്ടും. ട്രസ്റ്റ് മീ, കിട്ടും. ഞാൻ എന്നെ ഹുക്ക് എന്നെ നോക്കുന്നു, യാണിനെ നോക്കുന്നു, എന്നിട്ട് യാണിൻ്റെ അപ്പുറത്തൂടെ പോയി അതിന് കറക്കിയെടുക്കും. എന്നെ നോക്കുന്നു, യാണിനെ നോക്കുന്നു, അപ്പുറത്തൂടെ പോയി അതിന് കറക്കിയെടുക്കും. കണ്ടോ, ഇതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടോ, ഇപ്പോൾ ഒരു ഇതായിട്ട് വരുന്നില്ലേ? നമ്മളൊന്ന് ഒരുപാട് ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. ഞാൻ ഇത്ര നേരം ഒരുപാട് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക, അതാണ് സംഭവിച്ചത്. ഇങ്ങനെ എടുക്കുന്നു, യാൺ നമ്മൾ നോക്കുന്നു, ഹുക്ക് നമ്മൾ നോക്കുന്നു, യാണിനെ നോക്കുന്നു, എന്നിട്ട് യാണിനെ ഇപ്പോൾ ഇങ്ങനെ കറക്കിന് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങോട്ട്. കണ്ടോ, വൃത്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല, പക്ഷെ കുഴപ്പമില്ല. അത് ഈ യാണിൻ്റെ പ്രശ്നം കേട്ടോ, എൻ്റെ പ്രശ്നമല്ല. ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇങ്ങനെ. ഓക്കെ, ഇത് നമ്മുടെ ഇതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നമുക്ക് വേറെ കുറേ സ്റ്റിച്ചസ് ഉണ്ട്. വേറെ കുറേയൊന്നുമില്ല, ഒരു 3-4 എണ്ണം കൂടി ഉണ്ട്. അത് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതുപോലെ നമുക്ക് ഇനി ഒരു 3-4 സ്റ്റിച്ചും കൂടി വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.